ഓണസദ്യയുടെ ഡീറ്റെയിൽസ് എഴുതി പറക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത്. ഞാൻ തുടക്കത്തിലൊന്നും പറയുന്നില്ല. എല്ലാം എഴുതി പറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാ ഏട്ടനാണ് കണക്ക് കൂട്ടാനുള്ള ജോലി. ഞാൻ എഴുതലും കുറുക്കലും പറഞ്ഞു കൊടുക്കലുമാണ്. ഇത് നമ്മുടെ വിലവിവരങ്ങൾ എഴുതി വച്ചിരിക്കുന്നതാണ്. വിലവിവരമല്ല, ഇത് ഓർഡറുകൾ. അതിനി ഓരോന്നോരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് പച്ചക്കറി അരിയുന്നു, ഒരു സ്ഥലത്ത് കറി ഉണ്ടാക്കുന്നു, ഒരു സ്ഥലത്ത് പാക്കിങ് നടക്കുന്നു. അങ്ങനെ ഓരോരോ തിരക്കായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് ഇന്നാണൊന്ന് എനിക്ക് സമയം കിട്ടിയത് ഇതൊക്കെ ഒന്ന് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട്. കുറേ ഓർഡറുകളുണ്ടായിരുന്നു. ഫുഡ് കൊടുക്കാൻ, സദ്യ കൊടുക്കാൻ. ചോറില്ലായിരുന്നു കേട്ടോ. ചോറും പപ്പടവും പഴവും ഇല്ലായിരുന്നു, ബാക്കി എല്ലാ കറികളും ഉണ്ടായിരുന്നു. ഇപ്പം കണ്ടത് ചോറല്ല, അത് എന്താ നമ്മുടെ അതിൻ്റെ പേരെന്തോന്നാ, ഗോതമ്പ് വേവിക്കാൻ വെച്ചാണ്. അങ്ങനെ ഇതുണ്ടോ നമ്മുടെ പാക്കേജിൻ്റെ പാക്കറ്റ് എന്താ ശരിയാക്കായിരുന്നു കേട്ടോ ഇവർ 3 പേരും കൂടെ കൂടിയിട്ട്. ഇവൻ വെറുതെ നിന്ന് ചളി അടിക്കുന്നേ ഉള്ളൂ, അത് വേറെ കാര്യം. മോർണിംഗ്, സമയം 2:19 ഇപ്പോഴാണ് ഉറങ്ങാൻ പോകും. ഏട്ടനോട്ട് കഴിഞ്ഞിട്ടുമില്ല എഴുതലും കുത്തലും. ഉറങ്ങാൻ പോകണേ വെച്ചാൽ ഉറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പം തന്നെ എണീക്കണം, 4 മണിയാകുമ്പോൾ എണീക്കണം. എല്ലാം ആയി. 4 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് ചെല്ലണം. ഏട്ടൻ ഇവിടെ ഇരുന്ന് എഴുതുക. ഞാൻ പറഞ്ഞു എനിക്കിനി നിൽക്കാൻ വയ്യ, എൻ്റെ പിടി വിട്ടുമോ പറഞ്ഞിട്ട് ഞാൻ പോവുക കിടക്കാൻ. ഉറക്കം വരുന്നു. പിന്നെ പൂവട വെക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാക്കിംഗ് ഉണ്ട്. അപ്പം നാളെ രാവിലെ കാണാം. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അല്ല, അഡ്വാൻസ് അല്ല, ഹാപ്പി ഓണം. ആ പാക്കറ്റ് അവന്മാർ തലകുത്തി അടിച്ച് വെച്ച് അത് കാരണം കൊണ്ട് അവൻ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇവിടെ ഉപ്പേരി പാക്ക് ചെയ്യുന്നു. പിന്നെന്താ ശർക്കര വരട്ടി പാക്ക് ചെയ്യുന്നു. ഓരോന്നിങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അന്ന് രാത്രി ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല. ആരും എന്ന് പറഞ്ഞാൽ അച്ചായി, മേരിയമ്മ, മാമൻ, അപ്പച്ചി, അങ്ങനെ അവിടെ ആരും ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങിയിട്ടോ. ഞാനൊരു 2:20 പോയി കിടന്നുറങ്ങിയിട്ട് 4 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് വന്നു. കണ്ടു നമ്മുടെ പാക്കേജിലേക്കുള്ള സാധനങ്ങൾ അളന്ന് പെട്ടിയിലാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇഞ്ചിക്കറി, അച്ചാർ, മോര്, പിന്നെന്താ പച്ചടി, കിച്ചടി, ഓലൻ, പായസം, സാമ്പാർ, ഇഞ്ചിക്കറി, പിന്നെ എന്തായിരുന്നു രസം, അങ്ങനെ എല്ലാ കറികളും എല്ലാം കൂടെ പാക്ക് ചെയ്ത് വയ്ക്കായിരുന്നു. ഇത് നമ്മുടെ കൂടെ ഇന്നലെ രാത്രിയാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തത്. ആ പിള്ളേരെല്ലാവരും കൂടി സെറ്റ് ചെയ്തു. മിച്ചൂട്ടനും ഉണ്ടായിരുന്നു. അതെല്ലാം നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൽ എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു. ബിസി ഡേ ആയിരുന്നു. ഓണത്തിൻ്റെ ആ ഒരു ഇതെന്താണെന്ന് എനിക്കറിയില്ല. മീൻസ് അന്ന് ഭയങ്കര തിരക്കാണ് അവിടെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഫ്രീയാണ്. ഇത് കൊണ്ടുപോയി കൊടുക്കും. സമൃദ്ധി സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ കൊടുക്കുന്നത്. അവിടെ വെച്ചായിരുന്നു കൊടുക്കുന്നത്. അപ്പോൾ അന്ന് അതിൻ്റെ ഫുട്ടേജ് എൻ്റെ കയ്യിലില്ല, കാരണം ഞാൻ അവരുടെ കൂടെ പോയില്ലായിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ നിന്നു പാക്ക് ചെയ്യാനും എല്ലാത്തിനും കൂടി. അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ഓണം.